നടൻ കൃഷ്ണകുമാറും ഭാര്യയും 4 മക്കളും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. ഇവരുടെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത്. അത്തരത്തിൽ ആരാധകർ ആഘോഷമാക്കിയ സംഭവമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടേത്. മൂത്ത മകളായ അഹാനയുടെ വിവാഹം എപ്പോഴാണ് എന്നാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത്. ഇപ്പോഴിതാ അതിന് മറുപടി നൽകുകയാണ് കൃഷ്ണകുമാർ. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ആർക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നു അവർക്ക് ചെയ്യാം. ആരെ വേണമോ കഴിക്കാം. അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. വേറെ ആരൊക്കെയോ ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു എന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇന്നയാളെ കല്യാണം കഴിക്കണമെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ ഓക്കെ പറയുന്നു. എനിക്ക് ചെറിയ കല്യാണം മതി. 100 പേരെയേ വിളിക്കുന്നുള്ളൂ. അച്ഛൻ 5 പേരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്നായി. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അച്ഛനും അമ്മയും ഒന്നും ചിലവാക്കേണ്ട, ഞങ്ങൾ ചിലവാക്കാം എന്നാണ്. അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന്. ഞാൻ പറഞ്ഞു മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ എന്ന്. ചിലവ് സ്വയം എടുക്കണമെന്ന് പറഞ്ഞ് ചിരിച്ചു. മക്കൾ ഓരോരുത്തരും കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. വളരെ ഈസി ആയില്ലേ. എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് ഇവരോടൊക്കെ പറയാം. അശ്വിൻ അത് ചെയ്തേക്കണേ, അർജുൻ അങ്ങനെയാണ്, നിമിഷ് ഇങ്ങനെയാണ് എന്നൊക്കെ. നിമിഷിൻ്റെ അച്ഛൻ രവിയും ഞാനുമായിട്ട് 33 കൊല്ലം മുമ്പുള്ള പരിചയമാണ്. പുള്ളി സിനിമയിലെ പ്രൊഡ്യൂസറായിരുന്നു. അഹാനയും നിമിഷുമൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് നിമിഷിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അസാധാരണമായ വളർച്ചയാണ് നിമിഷിനുണ്ടായത്. നിമിഷിൻ്റെ അച്ഛൻ്റെ കുറേ മോഹങ്ങളുണ്ട്. പുള്ളി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യനാണ്. പൈസ പോയ മനുഷ്യനാണ്. ആ മനുഷ്യന് അന്നെടുത്ത പ്രതിസന്ധിക്ക് ദൈവം കൊടുക്കുന്ന സക്സസ് മക്കളിലൂടെയായിരിക്കും. എക്സലൻറ്റ് സക്സസ് കൊടുത്തിരിക്കുന്നു. ഞാൻ വളരെ പരിമിതമായിട്ടാണ് നിമിഷുമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. വെരി ഹമ്പിൾ സിമ്പിൾ വ്യക്തിയാണ്. അച്ഛനമ്മമാരുടെ ക്വാളിറ്റി ആയിരിക്കും അത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ആദ്യം സിനിമയിൽ വന്നത് അഹാന തന്നെയാണ്. ഇവർക്കൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്. എങ്കിലും ഈ പൊട്ടൻഷ്യലും ടാലൻറ്റും അനുസരിച്ചുള്ള സിനിമകൾ വന്നില്ല. ഒരു സൈഡിൽ അപ്പുറത്ത് ഞാൻ സിനിമയിലെ വലിയ ആഗ്രഹങ്ങളായിട്ട് വന്നതാണ്. എല്ലാവരും ആഗ്രഹങ്ങളായിട്ട് വരുന്നതായിരിക്കും. കുറേ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കൃഷ്ണകുമാർ വലുതായൊന്നും ആയില്ല, പക്ഷേ കൃഷ്ണകുമാറിനെങ്കിലും ആയാൽ മതിയെന്ന് പറഞ്ഞ് കുറച്ചുപേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിലങ്ങ് നേരത്തെ സമാധാനം കണ്ടെത്തി. അഹാനയ്ക്ക് വലിയൊരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇഷാനി നാച്ചുറൽ ആക്ടറാണ്. ഇപ്പോൾ 2 സിനിമയിൽ അഭിനയിച്ചു. ഈ 2ലും വളരെ പരിമിതമായ ക്യാരക്ടറാണ്. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസുള്ള സാധ്യത ഒന്നുമില്ലായിരുന്നു. ഇഷാനി സ്ക്രീനിൽ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പയർഡ്നെസ് ഉണ്ട്. പ്രിപ്പയർഡ്നെസ്സും അവസരവും വരുമ്പോഴാണ് ഗുഡ് ലക്ക് ഉണ്ടാകുന്നത്. അത് സംഭവിക്കും. അഹാന വേറെ ഒരു തലത്തിലാണ് പോകുന്നത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്.